അസ്മിക്കുട്ട ഇത് എവിടുക്ക തുള്ളിച്ചാടിയിട്ട് വാ നടക്ക് നടക്ക് ഈ നടക്ക് എവിടുക്ക തുള്ളിച്ചാടിയിട്ട് പോയി വരുമ്പോൾ ഈ തുള്ളിച്ചാടലുണ്ടാവോ നടന്നോട് നാസിനെടുക്കൊന്നല്ല നടക്ക് ആ ഈ വീട്ടിലാണല്ലോ കല്യാണം ഉള്ളത് മെച്ചി ഡ്രസ്സ് അടിക്കണില്ലേ അതാണ് ഈ വീട് ഈ വീട്ടിലാണ് കല്യാണം കേട്ടാ ഈ വീട്ടിലാണ് കല്യാണം എന്ന് അന്തരൊക്കെ ഉണ്ട് ഇട്ടിക്കണ് കുറച്ച് അംഗനവാടിയിൽ കുട്ടികളുണ്ടല്ലോ അപ്പം ഈ കഴിച്ചല്ല യസ്മില്ല മെച്ചി സൂചിയൊക്കെ വന്നാണ് അപ്പോൾ മൂഞ്ചി ഗായ്സ് എന്താണുണ്ടായി പറയേ സൂചി എത്തിയില്ല അതെ അവർ വാക്സിൻ്റെ അളവ് കൊടുന്നത് കുറവാണത്രേ അപ്പോൾ അവരെന്ത് ചെയ്ത് മിനിമം 10 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് കേട്ടോ വാക്സിൻ കൊടുക്കണത് ബാക്കിയുള്ളവർക്കായിരിക്കും പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അസ്മിക്കുട്ടൻ കഴിച്ചല്ല ഇല്ലടാ പക്ഷെ എൻ്റെ ടൈമാണ് കേട്ടോ പോയത് സമയം 11:15 ഞാൻ തൈക്കോടത്ത് വന്നു ആഗ്രഹം ഉണ്ടാ എത്ര സൂചിയാടാ അപ്പോൾ വെക്കണ് ഇതിൻ്റെ പൂതി തീർന്നിട്ടില്ല ശരി എന്നാ നടന്നത് നടക്ക് വാ മെച്ചിക്ക് തയ്ക്കാണ്ട് തയ്ക്കൽ കഴിഞ്ഞിട്ടില്ല എന്താ വേണ്ടത് എന്താ വേണ്ടത് പറയ് എന്നെ കാണട്ടെ നിക്ക് പറയ് സിപ്പപ്പാ ഉണ്ടാക്കാ ഇതൊക്കെ ഇതെന്താ നീ പറയ് ലവ് ലെറ്ററാ പിന്നെന്താ ഇതെന്താണ് നോക്ക് വായിച്ചു നോക്കാം അപ്പുറം അതാ വായിച്ചു നോക്ക് ഇംഗ്ലീഷ് എവിടെ പിന്നെന്താ എഴുതിക്കണ് അസ്മി സയ്യാൻ പിന്നെ പറയേ അമ്മേതിന്നോ നല്ല പോലെ വായിക്കേ നമ്മളെ അഡ്രസ്സ് എന്താ എൻ്റെ അഡ്രസ്സ് എന്താ അപ്പോൾ ഇതാ ഗായ്സ് അസ്മിക്കുട്ടൻ്റെ പുതിയ ആധാർ കാർഡാണ് കേട്ടോ പുതിയ ആധാർ കാർഡ് കിട്ടി വാങ്ങിത്തരാം ഇത് പറയട്ടെ അമ്മച്ചി ഇത് പറയട്ടെ അപ്പോൾ നമ്മളുടെ പരീക്ഷയുടെ സമയത്താണ് പുതിയ ആധാർ കാർഡിന് കൊടുത്തത് സ്കൂളിൽ തന്നെ കേട്ടോ അവർ കൊടുത്തത് സ്കൂളിലേക്ക് അക്ഷയയിൽ നിന്ന് ആൾക്കാർ വന്നത് അങ്ങനെ എടുത്തതാണ് പിന്നെ ഇത് പൊട്ടിച്ച് വെക്കുക എന്താ കോലം എന്നറിയാമല്ലോ ഫോട്ടോ പൊട്ടിച്ചാ കാണിക്ക് നോക്കട്ടെ ഓട്ടം എങ്ങനെയുണ്ട് നോക്കട്ടെ സൂപ്പറാ നോക്കട്ടെ നമ്പർ കാണണ്ട ഇതേ അസ്മക്കുട്ടി സ്കൂളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഓ ഇതെന്താ സെറ്റ് പുതിയതാണ് അപ്പോൾ എൻ്റെ പഴയത് കാണിച്ചു കൊടുത്താ ഇതാട്ടോ പഴയത് ഇത് 4 വയസ്സിൽ ഉള്ളപ്പോൾ എടുത്തതാണ് 4 വയസ്സത്താണ് ഇട്ടത് അത് പറയരുത് നമ്പർ പറയല്ലോ മോനെ ഉണ്ടോ ഇത് എന്നല്ല ഇത് പുതിയത് സെറ്റ് നമുക്ക് ഇത് ഇതേപോലെ ആക്കണം കേട്ടോ ഹലോ ഗായ്സ് നമ്മളമ്മച്ചി പഴംപോഴി ഉണ്ടാക്കുകയാണ് ചായക്ക് അതെ ഞാനേ പഴംപൊരി ഉണ്ടാക്കിയാണ് കേട്ടോ 3 വർഷത്തേയായി ഞാനൊരു പഴംപൊരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്താവും അറിയില്ല കേട്ടോ അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ട് എക്സൈറ്റിംഗ് ഉണ്ട് പിന്നെ ഉമ്മ അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്തു ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കി മീൻ ഉണ്ടാക്കാണ്ട് പിന്നെ ചോറ് അടുപ്പത്താണ് ഞാൻ അത് മാവൊക്കെ കൂട്ടി വെച്ചിരിക്കണം കേട്ടോ നന്നായി വരുമെന്ന് വിചാരിക്കണു എന്താ വെച്ചാൽ ഒരുപാട് വർഷം ഏകദേശം 3 വർഷം തന്നെ ആയിട്ടുണ്ടാവും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കാൻ സമയം ഉണ്ടാവാറില്ല അപ്പോൾ ഹോട്ടലിലേക്കുള്ള പൊരിക്കടിയൊക്കെ ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കാറ് എല്ലാ പൊരിക്കടിയും അപ്പോൾ ഞാൻ ആദ്യമൊക്കെ സഹായിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തായി ഞാൻ ഇത് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ചെല്ലുമുട്ടായി എവിടെ തിന്നാൻ പോയിട്ട് നടന്നോളൂ അപ്പോൾ അതാ നമ്മളുടെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞു
ചക്കട്ട നല്ല അടിപൊളി നല്ല പഴുത്ത മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അത് കുറച്ച് കഴിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷായി. ഞാൻ നാളേക്ക് ചക്കക്കുരു പിന്നെ മുരിങ്ങൻ്റെ ഇലയും കൂടി ഒരു ചക്കക്കുരു കറി കറിയല്ല ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാം കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. ചക്കക്കുരു നന്നായിട്ട് ഉടയണം കേട്ടോ. ഉടഞ്ഞിട്ട് ഇതും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായ നല്ല രസമാണ് കഴിക്കാൻ. ഇതെന്താ ഇതിപ്പോൾ ഇടുന്ന അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു. തിരുമ്പയിൽ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ തിരുമ്പിക്കൊണ്ടുവന്നതുണ്ട്. ഇതുണ്ടോ ഇതൊക്കെ മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ. മടക്കി വെക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കട്ട് ചെയ്യാൻ ഒരു 5 ബ്ലൗസ് ഉണ്ട് കട്ട് ചെയ്യാൻ. പിന്നെ വേറെന്താ പിന്നെ ഇപ്പോൾ സമയം ഏകദേശം കാണില്ല 8:57 എനിക്കിനി ഒക്കെ കഴിഞ്ഞിട്ട് വേണം വേണ്ടടേ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഗ്യാസ്മേ കുട്ടനിക്ക് ചോറ് കൊടുക്കണം. ചോറ് വേണ്ട ചോറ് കൊടുത്തിട്ട് വേണം. അയ്യോ സൗണ്ട് ഉണ്ടാക്കല്ലേ പോലെ. അപ്പോൾ അത് വേഗം ആക്കട്ടെ കേട്ടോ. ഓക്കെ.